നമസ്കാരം. മമതയ്ക്കിത്തവണ രക്ഷയില്ല. പശ്ചിമ ബംഗാളിൽ കാവിപ്പട പുതിയ ചരിത്രം കുറിക്കാൻ പോവുകയാണ്. ബിജെപിയുടെ രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയതു മുതൽ തൃണമൂൽ ക്യാമ്പുകളിൽ വലിയ ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 2021 നന്ദിഗ്രാമിൽ മമതയെ മുട്ടുകുത്തിച്ച സുവേന്ദു അധികാരിയെ ഇത്തവണ അവരുടെ സ്വന്തം തട്ടകമായ ഭവാനിപൂരിലും ബിജെപി പടനായകനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നന്ദിഗ്രാമിൽ 1956 വോട്ടുകൾക്ക് മമതയെ തോൽപ്പിച്ച സുവേന്ദു ഇത്തവണ നന്ദിഗ്രാം, ഭവാനിപൂര് തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് പോരാട്ടത്തിനിറങ്ങുന്നത്. മമതയെ അവരുടെ തട്ടകത്തിൽ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അന്ത്യം കുറിക്കുക എന്ന കൃത്യമായ ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ. ഭവാനിപൂരിൽ മമതയെ 2000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുമെന്ന് സുവേന്ദു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബംഗാളിനെ അഴിമതിയുടെയും ഭയത്തിന്റെയും നിഴലിൽ നിന്ന് മോചിപ്പിക്കാൻ മോദി സർക്കാരിന്റെ ഡബിൾ എഞ്ചിൻ ഭരണം അനിവാര്യമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ശാരദ, നാരദ കുംഭകോണങ്ങൾ മുതൽ ആർജിക്കർ മെഡിക്കൽ കോളേജ് സംഭവം വരെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി മമതയുടെ ഭരണ പരാജയം ബിജെപി തുറന്നു കാട്ടുന്നു. നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്ന മമതയുടെ നയത്തിന് അറുതി വരുത്താനും ഹിന്ദുക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ബിജെപിക്ക് മാത്രമേ സാധിക്കൂ. പ്രധാനമന്ത്രിയുടെ വികസന പദ്ധതികൾ നേരിട്ട് ബംഗാളിലെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഇവിടെയും ഒരു ബിജെപി മുഖ്യമന്ത്രി വേണമെന്ന ആവശ്യം ശക്തമാണ്. മമതയുടെ കോട്ടകളിൽ ഇപ്പോൾ തന്നെ വിള്ളലുകൾ വീണു തുടങ്ങിയിട്ടുണ്ട്. സീറ്റ് ലഭിക്കാത്ത 74ഓളം സിറ്റിംഗ് MLA-മാരെ മമത തഴഞ്ഞത് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായിട്ടുണ്ട്. ഇവരിൽ പലരും ബിജെപിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. തൊഴിലില്ലായ്മയും വ്യവസായ തകർച്ചയും കാരണം പൊറുതിമുട്ടിയ ബംഗാളിലെ യുവാക്കൾ ഇത്തവണ മമതയ്ക്ക് വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരു വിഭാഗത്തെ മാത്രം പ്രീണിപ്പിക്കുന്ന മമതയുടെ രീതിക്ക് ഇത്തവണ ബാലറ്റിലൂടെ ജനങ്ങൾ മറുപടി നൽകും. ബിജെപി അധികാരത്തിൽ വന്നാൽ ബംഗാളിനെ ഇന്ത്യയുടെ സാംസ്കാരികവും സാമ്പത്തികവുമായ തലസ്ഥാനമായി മാറ്റുമെന്നാണ് വാഗ്ദാനം. അമിത്ഷായുടെ ചാണക്യ തന്ത്രങ്ങളും മോദിയുടെ വികസന മോഡലും ചേരുമ്പോൾ ബംഗാളിൽ മാറ്റം സുനിശ്ചിതമാണ്. ഏപ്രിൽ 23-നും 29-നും നടക്കുന്ന വോട്ടെടുപ്പിൽ കാവി വിപ്ലവം സംഭവിക്കുമെന്നും മെയ് 4-ന് വോട്ടെണ്ണുമ്പോൾ മമത ഭരണത്തിന് അന്ത്യമാകുമെന്നും ഉറപ്പാണ്. സുവേന്ദുവിനെ ഭവാനിപൂരിൽ ഇറക്കിയത് മമതയെ മാനസികമായി തളർത്താനുള്ള വലിയൊരു തന്ത്രമാണ്. സ്വന്തം മണ്ഡലത്തിൽ തോൽവി ഭയക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് സംസ്ഥാനം മുഴുവൻ പ്രചാരണം നടത്താൻ കഴിയുക? ബംഗാളിനി ബിജെപിക്കൊപ്പമാണെന്ന് ഉറപ്പിക്കാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.